ഫുട്ബോളിനൊരു ചരിത്രമുണ്ട്. ഫുട്ബോൾ യൂറോപ്യന്മാരുടെ കളിയാണ്. പക്ഷെ യൂറോപ്യന്മാരുടെ എല്ലാ കളിയും മികച്ചതാണ്, അതിൻ്റെ മീതെ മറ്റൊന്നും ഇല്ലെന്നുള്ള ഒരു ചിന്താഗതിയുണ്ട്. അത് വളരെ തെറ്റാണ്. യഥാർത്ഥത്തിൽ ഫുട്ബോളിന് പരിഷ്കാരം നടത്തിയത് നമ്മുടെ ഒരു രാജാവാണ്. പഴയ രാജാക്കന്മാരെ കേട്ടിട്ടില്ലേ? മാർത്താണ്ഡവർമ്മ, ഈ കർത്തവ്യത മൂഢൻ, വിടാകണ്ഠൻ, കൊടാകണ്ഠൻ തുടങ്ങിയ പഴയ പേര് കേൾക്കുമ്പോൾ നമുക്ക് വളരെ ഇതായിട്ട് തോന്നുമെങ്കിലും അവരൊക്കെ ബുദ്ധിമാന്മാരായിരുന്നു. അങ്ങനെ ഒരു രാജാവിന് കളി ഉദ്ഘാടനത്തിന് വലിച്ചു പുള്ളി സന്തോഷം വരും, ഇപ്പൊ വരും. അതായത് രാജാവ് കളി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് രാജാവ് നോക്കുമ്പോൾ ഇവിടെ ഒരു 11 പേര്, അപ്പുറത്തൊരു 11 പേര്, ഇതിന്റെ നടുക്ക് ഒരൊറ്റ കേവലം ഒരു റെഫറി നിന്ന് ഇവരെ നിയന്ത്രിച്ചു. ഇവര് ഒരു ബോളിന് വേണ്ടി ഈ 11 പേരും ഘോരമായിട്ട് മത്സരിക്കുവാണ് ഈ ഒരു ബോളിലൊന്നും തട്ടാൻ വേണ്ടി. രാജാവിന് സത്യത്തിൽ ഈ യൂറോപ്യൻസിന്റെ ഈ വിഡ്ഢിത്തരം കണ്ടിട്ട് സഹതാപം തോന്നി. നമുക്ക് അത്ര ദരിദ്ര രാജ്യവുമല്ല, ബുദ്ധി കൊണ്ടും സമ്പത്ത് കൊണ്ടും. രാജാവ് നിന്ന് ഓർഡർ ചെയ്ത് 22 ബോള് ഒരെണ്ണം കൊണ്ടുവരാൻ പറഞ്ഞു. രാജാവ് കൽപ്പിച്ച് സിംഗിടികള് ബോളുമായിട്ട് വന്ന് രാജാവ് എല്ലാ കളിക്കാർക്കും ഓരോന്നും തട്ടിക്കൊടുത്തു. എല്ലാവരും കളിച്ചോളാൻ പറഞ്ഞു. അല്ലാതെ കേവലം ഒരു ബോളിന് വേണ്ടി 22 ചെറുപ്പക്കാർ അവരുടെ എനർജി നഷ്ടപ്പെടുത്തി. ശരിയാണ് രാജാവ് അതാ ചെയ്തത്. അങ്ങനെ ഇതിനെപ്പറ്റി താൻ കൂലങ്കസമായിട്ട് ചിന്തിക്കുക. തന്റെ അഭിപ്രായം എന്താ? തനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പൊ യൂറോപ്പിന്റെ മഹത്വം, നമ്മുടെ മഹത്വം, ഇന്ത്യക്കാര് പ്രത്യേകിച്ചും പുരാതന കേരളത്തിലെ ബുദ്ധിമാന്മാരായ മനുഷ്യര് എന്തെല്ലാം നല്ല നല്ല കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി അതുപോലെ ഒരുപാട് സംഭവങ്ങളുണ്ട്. തന്റെ ഒരു അഭിപ്രായം പറയാം. അതാ കേട്ടത്. ഞാനിത് ശരിക്കും അത് ബുദ്ധിശാലിയല്ലേ? അതോ മത്സരമാണ്?